മക്കളെ 3 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, എക്സിന്റെ വില കാണുക. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 40 ഈക്വൽ ടു 80. ഓക്കെ, അതിന് എന്ത് കാണാം, എക്സിന്റെ വില കണ്ടുപിടിക്കുക. ഏത് മെത്തേഡ് ആണെന്നൊക്കെ ആലോചിച്ച് കണ്ടുപിടിക്കാട്ടോ, നമ്മൾ ഒരു തവണ ക്ലാസ്സിൽ ചെയ്തതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 7, 9 മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 140. ഓക്കെ, 5, 7, 9 എന്ന സമാന്തര ശ്രേണിയുടെ എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് 140 കിട്ടുക? ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന കാര്യം മനസ്സിലാലോചിക്കുക. യെസ്, അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് കണ്ടുപിടിക്കുക. യെസ്, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം സാറേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 9 added to the product of 2 consecutive multiples of 6 gives 7, 2, 9. ഓക്കെ അല്ലേ മക്കളെ, 6ന്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങളുടെ ഗുണനഫലത്തിന്റെ കൂടെ 9 കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 7, 2, 9 ആണ് കിട്ടുക. ഓക്കെ അല്ലേ മക്കളെ, കൃത്യമായിട്ട് വായിക്കാട്ടോ. ഓക്കെ, വാട്ട് ആർ ദ നമ്പേഴ്സ്? ഓക്കെ, യെസ്, 6ന്റെ 2 അടുത്തടുത്ത സംഖ്യകളുടെ ഓക്കെ അവിടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? 7, 2, 9 കിട്ടും. സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് പഠിച്ചതാണ്, നിങ്ങൾ എഴുതി പഠിച്ചതാണ്. സോ യെസ്, കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ആൻസർ എഴുതുക. യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കിടക്കാട്ടാ സാറേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ് മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 40 ഈക്വൽ ടു 80 എന്നായിരുന്നു. യെസ്, നേരെ ആ 40നെ അങ്ങോട്ട് എടുത്താൽ എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് 6x ഈക്വൽ ടു 80 മൈനസ് 40 എന്നായി. അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ പ്ലസ് 6x ഈക്വൽ ടു 40 എന്ന് കിട്ടി. ആൻഡ് നമ്മൾ എന്താ ചെയ്യുക? യെസ്, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് എന്താണ്, എക്സിന്റെ കോഎഫിഷ്യൻ 6 ആണ്, 6ന്റെ ഹാഫ് 3 ആണ്, 3യുടെ സ്ക്വയർ 2 സൈഡിലും ആഡ് ചെയ്യുക. ഈ സ്റ്റെപ്പ് കൃത്യമായി ഏതെങ്കിലും ഒരു മാർക്ക് കൊടുക്കാം. ഇനി എന്താണ് മക്കളെ, നമുക്ക് ഇതിനെ എന്താണ് ഈ ഒരു ഇക്വേഷൻ മാറ്റി എന്താണ് ചെറുതാക്കി എഴുതണം അല്ലെ. യെസ്, ഈ ഒരു ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. ആൻഡ് എക്സ് പ്ലസ് 3 ഈക്വൽ ടു റൂട്ട് 49, എക്സ് പ്ലസ് 3 ഈക്വൽ ടു 7 എന്ന ആൻസർ കിട്ടും മക്കളെ. ആൻഡ് എക്സ് ഈക്വൽ ടു 7 മൈനസ് 3 ദാറ്റ്സ് ഈക്വൽ ടു 4 കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം. കൃത്യമായി നോക്കാം, ഓരോ സ്റ്റെപ്പുകൾ കൃത്യമായി നോക്കുക. ഓക്കെ സാറേ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യെസ്, നമുക്കൊരു സീരീസ് അല്ലെങ്കിൽ സീക്വൻസ് തന്നിട്ടുണ്ടായിരുന്നു 5, 7, 9. ഓക്കെ, ഇതാണ് നമ്മുടെ സീക്വൻസ്. അതിന്റെ സമ്മ് 140 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സമ്മിന്റെ എന്താണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിട്ടുള്ള an സ്ക്വയർ പ്ലസ് bn ഈക്വൽ ടു 140 എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. യെസ്, ഓക്കെ, ഇനി നോക്കുക, ഈ ഒരു സീക്വൻസിൽ എഫ് എന്താണ്, ഡി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. നോക്കിയാൽ എഫ് ഈക്വൽ ടു 5 അല്ലെ, ഫസ്റ്റ് ടേം 5 ആണ്. ഓക്കെ, ഇനി നോക്കുക ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, അത് കണ്ടുപിടിക്കാനായിട്ട് 7 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ മതി. ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ഇനി എന്താണ്, എഫും ഡിയും കണ്ടുപിടിച്ചു. ഇനി വേണ്ട എന്താണ്, എയും ബിയും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡി ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. അതിൽ ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടി മക്കളെ? 2 എന്ന് കിട്ടി. സോ ആൻസർ എ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ആൻഡ് എ പ്ലസ് ബി ഈക്വൽ ടു എഫ് ആണ്. സോ 1 പ്ലസ് ബി ഈക്വൽ ടു 5 ആൻഡ് ബി ഈക്വൽ ടു 5 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 4. കൃത്യമായി എയും ബിയും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. യെസ് സർ, നെക്സ്റ്റ്. ഓക്കെ, ഇനി എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ ഇക്വേഷൻ 1ൽ നേരത്തെ കണ്ടുപിടിച്ച ആ ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണ്. സോ എന്താ ഇക്വേഷൻ കിട്ടുക? എൻ സ്ക്വയർ പ്ലസ് 4n പ്ലസ് 2 സ്ക്വയർ, നമ്മൾ അതിൽ എന്ത് അപ്ലൈ ചെയ്തു? യെസ്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്തു. ഈക്വൽ ടു 140 പ്ലസ് 2 സ്ക്വയർ എന്ന് കിട്ടും. കൃത്യമായി ഇതിന് ഒരു മാർക്ക് കൊടുക്കാം. ആൻഡ് അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് എന്ത് ചെയ്തി? യെസ്, n പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 144 എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് എത്തി. ആൻഡ് n പ്ലസ് 2 ഈക്വൽ ടു റൂട്ട് 144, n പ്ലസ് 2 ഈക്വൽ ടു റൂട്ട് 144. മക്കളെ, ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഈ സ്റ്റെപ്പ് ഒഴിവാക്കുക. ഇതാണ് നമുക്ക് വേണ്ട സ്റ്റെപ്പ്. n പ്ലസ് 2 ഈക്വൽ ടു റൂട്ട് 144 ആൻഡ് n പ്ലസ് 2 ഈക്വൽ ടു 12 എന്ന് കിട്ടും. n ഈക്വൽ ടു 12 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. സോ എത്ര ടേംസ് ആഡ് ചെയ്താലാണ് നമുക്ക് 140 സം കിട്ടുന്നത്? 10 ടേംസ് കേട്ടോ. ഓക്കെ, n ഈക്വൽ ടു 10 കൃത്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
മകളെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് നമ്പേഴ്സ് അല്ലെ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 6ന്റെ അല്ലെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങൾ അത് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടിരുന്നത്. യെസ്, നമ്പേഴ്സ്. ആ നമ്പേഴ്സ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ഒരു നമ്പർ എക്സ് എന്നെടുത്താൽ തൊട്ടടുത്ത നമ്പർ എന്തായിരിക്കും? സ്വാഭാവികമായും x+6 ആയിരിക്കും. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. യെസ്, അതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഏതാണ് എക്സ്, ഏതാണ് അടുത്ത ടേം എന്ന് കണ്ടുപിടിക്കുന്നതാണ്. യെസ്, അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. ആൻഡ് ഇനി നോക്കാം മക്കളെ, യെസ് മക്കളെ, ഈ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, 6 കഴിഞ്ഞിട്ടിട്ടാ മതി കേട്ടോ, 6 കഴിഞ്ഞിട്ടിട്ടാ മതി ഈ ബ്രാക്കറ്റ്. ഓക്കെ, x×x+6 + 9 = 729. യെസ്, 729. യെസ്, നോക്കാം മക്കളെ, ഇനി എന്താ ചെയ്യണ്ടേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. x×x² x×6 + 9 = 729. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യുക. ഇതുപോലെ റെഡ്യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. x+3² = 729. x+3 = √729. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 27 എന്ന് കിട്ടും. x+3 ആൻഡ് x = 27 - 3 അല്ലെ, ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയി. ആൻഡ് x = 24 എന്ന ആൻസർ കിട്ടും. കൃത്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാം. യെസ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്താ പറയാ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ. കൃത്യമായി എല്ലാവരും ചെക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ എന്ത് ചെയ്യാം, നമുക്ക് ആൻസേഴ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അല്ലെ. യെസ് സർ, ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലെ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ആൻസർ. ഓക്കെ, എന്ത് മെത്തേഡാണ്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കുക, ഓരോ സ്റ്റെപ്പും ശ്രദ്ധിക്കുക. യെസ്, എന്താണ് ചെയ്യേണ്ടത്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 6ന്റെ ഹാഫ് എടുത്ത് അതിന്റെ സ്ക്വയർ എടുത്ത് രണ്ട് സൈഡിലും ആഡ് ചെയ്തല്ലേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷനെ റെഡ്യൂസ് ചെയ്ത് x+3 = 49 എന്നാക്കി. ആൻഡ് x+3 = 7 എന്ന് കിട്ടി. x = 4 എന്ന് കിട്ടി അല്ലേ. യെസ്, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ 579 എന്ന് പറയുന്ന സീക്വൻസ് തന്നിട്ടുണ്ടായിരുന്നു. സം 140 തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓൾജിബ്രായിക് ഫോം എഴുതുക. FD എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. യെസ് സർ, നെക്സ്റ്റ് അതിൽ നിന്ന് എന്താ മക്കളെ നമ്മുടെ ഇക്വേഷൻ ഫോം ചെയ്യുക. ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? യെസ്, അതിനെ റെഡ്യൂസ് ചെയ്ത് n+2 = 144, n+2 = √144, ദാറ്റ്സ് ഈക്വൽ ടു 12. n10 എന്ന് കിട്ടും കേട്ടോ. യെസ് സർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ, കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, കൃത്യമായിട്ട് x+6 എന്ന രണ്ട് നമ്പേഴ്സ് എടുക്കുക. അതിൽ നിന്ന് ഇക്വേഷൻ ഫോം ചെയ്യുക. ഇക്വേഷനെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. x+3 = 729 ആൻഡ് x+3 = 27, x = 24 എന്ന് ആൻസർ കിട്ടും. യെസ്, ദാറ്റ് ക്വസ്റ്റ്യൻ. യെസ്, 24 and 30. ഓക്കെ, യെസ്, x = 24 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്പർ 30 ഉണ്ട് കേട്ടോ, 30 ഉണ്ട്. യെസ്, അതും കൂടെ എഴുതണേ. യെസ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ യെസ് ആൻസേഴ്സ് ഉള്ളത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. പാരൻസും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹെൽപ്പ് ഈ കാര്യത്തിന് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രാഷിന്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീറ്റ് നോട്ടാണ്. ഓക്കെ, നീറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഓക്കെ ഇപ്പോൾ ഓടിച്ച് കാര്യങ്ങൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓക്കെ അവർക്ക് പ്രോപ്പറായിട്ട് ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ നമ്പർ മാത്രമാണ് പറഞ്ഞു കൊടുക്കുക അല്ലെ. ക്വസ്റ്റ്യൻ എഴുതിയ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ മാത്രമാണ് പറഞ്ഞു കൊടുക്കുക അല്ലെ. യെസ്, അപ്പോൾ ഇതൊക്കെ അവർ നല്ല രീതിക്ക് പ്രോപ്പറായിട്ട് മറ്റൊരു ബുക്കിലേക്ക് പകർത്തി എഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണത് നീറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ അല്ലെ. ഈ നീറ്റ് നോട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതിയതിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ല ഭംഗിയിൽ എന്താ പറയാ നല്ല ഭംഗിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട വിധത്തിൽ അതിനെ